മാജിക് അവനിലേക്ക് സ്വാഗതം. എനിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ക്രിസ്മസിനെ വരവേൽക്കാനുള്ളൊരു അലങ്കാരങ്ങളാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഡിസംബർ മാസം വന്നു കഴിഞ്ഞാൽ ഡിസംബറിലേക്ക് ഉറ്റുനോക്കുന്നവരാണ് എല്ലാവരും തന്നെ. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ സാധാരണ ഇപ്പോൾ ഓണം, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ അവധി ദിവസം, വേനൽക്കാലം, അതുപോലെ തന്നെ ക്രിസ്മസ് അവധി, പിന്നെന്താ പറയുക ഓണം അവധി, അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അവധിക്കപ്പുറത്തേക്ക് ഒരു കുളിർമയാണ് മനസ്സിന്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ സിറ്റി പോലെ ആയിരിക്കും നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ. ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ ഇന്ന് തിളങ്ങുന്ന കാണാം. അപ്പോൾ നല്ല ദീപാലങ്കാരങ്ങൾ കൊണ്ട് മുഖരിതമായിരിക്കുന്ന ഇവിടെ എല്ലാ പട്ടണത്തിൽ എടുത്തു പറയണം, പട്ടണത്തിലെ കാഴ്ചകൾ അത് തന്നെയായിരിക്കും. ഏതൊരു വീതിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും അവിടെ എല്ലാം ഇങ്ങനെ വളരെ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. ഈ ഒരു സമയത്ത് ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ്. എല്ലാ പള്ളികളും ചേർച്ചസ് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഇലൂമിനേറ്റ് ചെയ്തിട്ട് വളരെ വ്യത്യസ്തമായ ഒരു ഫീലാണ്. അപ്പോൾ ഒരു ഫെസ്റ്റിവൽ ടൈം. ഇത് ഉണ്ണിയേശുവിൻ്റെ ജന്മ സമയമാണല്ലോ, ജന്മനാൾ. അപ്പോൾ അങ്ങനെ അതും ഒരു വലിയൊരു ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വരവേൽപ്പും സെലിബ്രേഷനും ഒക്കെയാണ്. പിന്നെന്താ പറയുക, ലൈറ്റുകളും നക്ഷത്രങ്ങളും മാത്രമല്ല, പിന്നെ പലതരം കേക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ എല്ലാ ബേക്കറീസിലും പലതരം. ഓരോ വർഷം കഴിയുന്നതോറും പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ കേക്കുകൾ, പല ഫ്ലേവേഴ്സ്. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കേക്കാണ് ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത്. അതായത് റോയൽ ഐസിംഗ് ഒക്കെ ആയിട്ട് അതിൽ കുറേ റോയൽ ഐസിങ്ങിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന കട്ടിയുള്ള ഐസിങ് ആണല്ലോ. അതിൽ ഇങ്ങനെ ഫ്ലവേഴ്സ്, പലതരം റോസാപ്പൂക്കളും, അതൊരു വേറെ ഒരു ഇതാണ്. എനിക്കിപ്പോഴും അങ്ങനത്തെ കേക്ക് തന്നെയാണ് ഇഷ്ടം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ കേക്ക് തന്നെയാണ്. എങ്കിലും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം പേസ്ട്രീസ്, പലതരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്ക്സൊക്കെയാണ് എല്ലാവരും പരീക്ഷിക്കുന്നത്. എങ്കിലും നമ്മുടെ എല്ലാം ഗൃഹാതുരത്വം എന്ന് പറയുന്ന ആ പഴയ ക്രിസ്മസ് കേക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകൾ, ഒരുപാട് സന്തോഷമുള്ളൊരു മാസമാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മാജിക് അവനും കഴിഞ്ഞ 10-25 വർഷമായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യവും നമ്മുടെ ക്രിസ്മസ് ഒട്ടും കുറയ്ക്കുന്നില്ല. നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം, ഇപ്രാവശ്യം കേക്ക് അങ്ങനത്തെ കാര്യമൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാനൊരു ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു എന്താ പറയുക, ഒരു മെയിൻ ഡിഷായിട്ട് തന്നെ ഉപയോഗിക്കാം. നമ്മുടെ ഒരു സൈഡ് ഡിഷ്, അതായത് മെയിനായിട്ടൊരു റൈസിൻ്റെ ഐറ്റമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടൊപ്പം ഒരു മെയിൻ കോഴ്സിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷായിട്ട് ചിക്കൻ. ഇതൊരു ഫ്യൂഷൻ ചിക്കനാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. കാരണം ഇതിപ്പോൾ ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലാണെന്ന് വെച്ചാൽ അല്ല, ഇറ്റാലിയൻ ആണോന്ന് വെച്ചാൽ അല്ല, തനി നാടനാണോ എന്ന് വെച്ചാൽ അതുമല്ല. അപ്പോൾ ഒരു ഫ്യൂഷൻ, ഈ ഫ്യൂഷനും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കാര്യമാണ്. കാര്യം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഫ്യൂഷനാണ് പലപ്പോഴും പലരും ഇഷ്ടപ്പെടുന്നത്. പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ കുറേ കൂടി എക്സ്പോഷറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഫ്യൂഷൻ ഫുഡ്. അപ്പോൾ ഇതും ഒരു ഫ്യൂഷനാണ്. എക്സാക്റ്റായിട്ട് എങ്ങനെ നോക്കി അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊരു ഫ്യൂഷൻ ചിക്കൻ. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. മഷ്റൂം ചേർക്കുന്നുണ്ട്, പൊട്ടറ്റോ ഉണ്ട്, പിന്നെന്താ നമ്മുടെ തക്കാളിയുണ്ട്, ചിക്കനുണ്ട്. ചിക്കൻ ഒരു 1.5 കിലോ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു. ഒരു 14 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മുറിക്കുക. അപ്പോൾ അതും ബാക്കി കാര്യം. പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3/4 ഓൾമോസ്റ്റ് നല്ലതായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലല്ല, കുറച്ച് വലിയ ചങ്കി പീസസായിട്ട് മുറിച്ച് വെച്ചു. ടൊമാറ്റോയും അതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മഷ്റൂമും ക്വാർട്ടേഴ്സായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഓരോന്നും 4ആയിട്ടും, ഒരുപാട് വലുതാണെങ്കിൽ 6ആയിട്ടും അങ്ങനെ. കാര്യം ഇത് വാടിക്കഴിഞ്ഞാൽ ഒന്നുമേ കാണില്ല. പിന്നെ കുറച്ച് സോസൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയുടെ ഐറ്റംസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഫ്യൂഷനാണെന്ന്. സോസും വരുന്നു, ഗരം മസാലയും വരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു പ്രത്യേക രീതിയിൽ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ചേരുവ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റിയിട്ട് 1.5 കിലോയുടെ അളവിലുള്ള കോഴിയാണ് 15 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. മൈദമാവ് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഉരുളക്കിഴങ്ങ് 1 വലുത് വലിയ ക്യൂബ്സായിട്ട് മുറിച്ചത്, സവാള 3 വലുത് ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, ടൊമാറ്റോ 1 വലുത് വലിയ ക്യൂബ്സായിട്ട് മുറിച്ചത്. ഇനി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി 1 വലിയ കഷ്ണം, വെളുത്തുള്ളി 8 മുതൽ 10 വലിയ അല്ലി, ഗ്രാമ്പു 6-7, പട്ട 1 വലിയ കഷ്ണം പീസസായിട്ട് മുറിച്ചത്, ഏലക്ക 6-7 എണ്ണം, മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക, വൂസ്റ്റർഷയർ സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്യൂഷൻ ചിക്കൻ തയ്യാറാക്കി തുടങ്ങാം. ആദ്യമേ തന്നെ കുറച്ച് മൈദ മാവ് നോക്കിക്കോളൂ. ഇപ്പോൾ 1 കപ്പ് മൈദ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട്
ഒരു മിക്സിങ്. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് തിരിച്ച് മാറ്റുന്നു. കംപ്ലീറ്റായിട്ട് ഇപ്പോഴേ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു പകുതി ഇരിക്കട്ടെ. ഇനി ചിക്കൻ്റെ പീസസ് ഇതിലൊന്ന് കോട്ട് ചെയ്ത് മാറ്റാം. ജസ്റ്റ് ഇങ്ങനെ ആ ചിക്കനിലൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് മൈദ ഇങ്ങനെ അതിൽ പിടിക്കും. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ചിക്കൻ്റെ പീസസ് കംപ്ലീറ്റ്, അതാണ് വലിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കതൊരു ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. റോസ്റ്റിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചിക്കൻ റോസ്റ്റിനൊക്കെ അതുപോലത്തെ ഒരു പീസായാലും ബെറ്റർ ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് പീസസും ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് മാറ്റുന്നു. അങ്ങനെ ലാസ്റ്റ് പീസും എത്തിക്കഴിഞ്ഞു. എല്ലാം ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ. അപ്പോൾ 1 കപ്പ് മാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ആവശ്യാനുസരണം മാവിൽ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സെറ്റ് ഓഫ് ഡസ്റ്റിങ്. ഇനി ബാക്കി മാവും കൂടി ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഷ്റൂംസിനെയും കൂടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ മഷ്റൂംസും എല്ലാം ഒരു ഡസ്റ്റിങ് കഴിഞ്ഞു. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് അത് നമ്മൾ വേവിച്ചതാണ്. വേവിച്ച് സ്ക്വയറാക്കി മുറിച്ച് വലിയ സ്ക്വയർസ്. അപ്പോൾ ഫുൾ ഡസ്റ്റിങ് ഈസ് ഓവർ. എല്ലാത്തിലും ആ 1 കപ്പ് മൈദാമാവ് കൊണ്ട് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ ഒരു സ്റ്റേജിലെത്തി. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2. ഈ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കണം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ, ഇതെല്ലാം കൂടി ഒരു സ്ഥലത്താക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി വരുമ്പോൾ തന്നെ ഫ്യൂഷനായി കഴിഞ്ഞു. ഓക്കെ, ഇനി കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ഒരു വലിയ കഷ്ണം. ഇത് 2ആയിട്ട് വയ്ക്കുന്നേ ഉള്ളൂ, ഒരു കഷ്ണത്തിന് പകരം. ഇനി കുറച്ച് ഗാർലിക്, വെളുത്തുള്ളി ഒരു വലുതാണെങ്കിൽ ഒരു 8 വരെ ആകും, 8ഓ 10ഓ ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു 6ഓളം ഗ്രാമ്പൂ, പട്ട 2 കഷ്ണം, അതിനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കുന്നു. അതുപോലെ ഏലക്ക ഒരു 6ഓ 7ഓ ഏലക്ക. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്തിട്ട് വരാം. മസാല പേസ്റ്റ് ഇവിടെ റെഡി ായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരക്കേണ്ടത്. ഇനി ഞാൻ പാത്രം ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് കുറച്ച് എണ്ണ, ഏകദേശം ഓക്കെ ഒരു 1/2 കപ്പ് എണ്ണ എന്ന് പറയാം. അതിലേക്ക് നല്ല ചൂടായി, പാത്രം നല്ല ചൂടായിരിക്കുമായിരുന്നു. ഇനി നമ്മൾ ഈ ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് വെച്ചിട്ട് ഓക്കെ. ഇനി ഇത് 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒരു ബ്രൗണായിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം. ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗണായി തിരിച്ചിടാം. ഈ രീതിയിലൊന്ന് വറുത്തെടുക്കാം. അപ്പുറത്തെ സൈഡ് ഏതാണ്ട് ഇതുപോലെ ആകുമ്പോൾ ഈ എണ്ണയിൽ നിന്ന് മാറ്റും. അപ്പോൾ ബാക്കി എണ്ണ അതുപോലെ തന്നെ ഉണ്ടാവും. അതിലേക്ക് ബാക്കി ഇരിക്കുന്ന പീസസും കൂടി ഇട്ട് ഇതുപോലെ വറുത്തെടുക്കും. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് എണ്ണയിൽ നിന്ന് മാറ്റി തുടങ്ങാം. ഒരു ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഇലാബറേറ്റ് ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു സന്തോഷമല്ലേ. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ, അതാണ് ഡിഫറൻസ്. ഇനി ബാക്കിയിരിക്കുന്ന ചിക്കൻ്റെ പീസസും ഇതുപോലെ തന്നെ വറുത്തെടുക്കും. ഞാനിപ്പോൾ തീ അല്പം കുറച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി വീണ്ടും തീ കൂട്ടി കൊടുക്കും. അങ്ങനെ എല്ലാ ചിക്കൻ പീസസും എണ്ണയിലേക്ക് മാറ്റി. ഇനി ഇതും കൂടി ഒരു സൈഡ് മൂക്കുമ്പോൾ തിരിച്ചിടും, എന്നിട്ട് മറ്റേ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മാറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത കറികൾ വറുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പീസ് ഓഫ് ചിക്കനും വറുത്ത് മാറ്റി കഴിക്കും. ഇനി അടുത്ത പരിപാടി ഇതേ എണ്ണയിലേക്ക് തന്നെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, വേവിച്ച ഉരുളക്കിഴങ്ങ്, അതും ഇങ്ങനെ മൈദ ഉപ്പ് മിശ്രിതത്തിൽ ഡസ്റ്റ് ചെയ്തതാണ്. അതും കൂടി ഒന്ന് വറുത്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 1ഓ 2ഓ നമുക്ക് ഇഷ്ടത്തിന് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടാം, നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകട്ടെ, അതും ഇതിൽ നിന്ന് മാറ്റിയിട്ട് പിന്നീട് നമ്മൾ മഷ്റൂംസ്, ടൊമാറ്റോ ഉണ്ട്, ടൊമാറ്റോ ആൻഡ് മഷ്റൂംസ് എല്ലാം വഴറ്റണം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി മുരിഞ്ഞു കഴിഞ്ഞു, റോസ്റ്റഡായി, പൊട്ടറ്റോ റോസ്റ്റ് പോലെയായി. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ എണ്ണ ഞാൻ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല, ആ ആദ്യം ഒഴിച്ച അത്ര എണ്ണ മാത്രമേ ഉള്ളൂ.
അരക്കപ്പ് എണ്ണയാണ് ഒഴിച്ചത്. ഇതിപ്പോൾ ഏത് വെളിച്ചെണ്ണയിലല്ല കേട്ടോ ചെയ്യേണ്ടത്, ഇത് സാധാരണ റിഫൈൻഡ് ഓയിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോയ്സ് ഓഫ് ഓയിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇത് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് മഷ്റൂംസ്. ഇതിപ്പോൾ 400 ഗ്രാം മഷ്റൂംസ് ഉണ്ട്. നിങ്ങൾക്ക് 200 ഗ്രാം മതി എന്നുണ്ടെങ്കിൽ അത്രയായാലും കുഴപ്പമില്ല. ഇത് ഒന്നിച്ച് തന്നെ ഞാൻ ഇട്ടു. ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ മഷ്റൂംസും നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അതും നമ്മൾ ഈ എണ്ണയൊക്കെ പോയി കേട്ടോ, മഷ്റൂം മുഴുവൻ എണ്ണയും കൊണ്ടുപോയി, ബാലൻസ് ഇരുന്നത്. ഓക്കെ, കോട്ട് ചെയ്തെടുത്തല്ലേ. അതൊക്കെ തൽക്കാലം ഇതിലേക്ക് മാറ്റുന്നു. അങ്ങനെ പൊട്ടറ്റോ വറുത്ത് മാറ്റി, മഷ്റൂംസും വറുത്തു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് നമ്മുടെ ടൊമാറ്റോയെ കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ടൊമാറ്റോ ഇങ്ങനെ എണ്ണയിൽ മൂക്കുമ്പോൾ പ്രത്യേക മണമാണ്. എണ്ണയിലാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. പട്ട ഇതേതാണ്ട് റോസ്റ്റഡ് ടൊമാറ്റോസ് പോലെ ആക്കിയെടുക്കുന്നു. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, അതിലേക്ക് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തോളാം. അതായത് സവാള, ഇതൊരു 3 സവാളയുണ്ട്, ഹാഫ് സ്ലൈസസ്. നന്നായിട്ട് വഴറ്റി ഏതാണ്ടൊരു കളർ മാറി തുടങ്ങുന്ന സമയം വരെ ആക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടാവും. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാകും. നിങ്ങൾക്ക് തോന്നും ഇതൊരു എലാബറേറ്റ് പ്രോസസ്സ് അല്ലേ എന്ന്. ഇലാബറേറ്റ് പ്രോസസ്സ് ആണെന്ന് വെച്ചാൽ കുറച്ച് ഇലാബറേറ്റ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു ഫെസ്റ്റീവ് ഡേ ആണെന്ന്, ഇപ്പോൾ ക്രിസ്മസിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ കുറച്ച് ഗംഭീരമായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷനാകുമ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എക്സോട്ടിക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഉള്ളിയെല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു, കളറൊക്കെ മാറി ഗോൾഡൻ ആകാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ്, അതും കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറണമല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി പച്ചച്ചുവ മാറ്റി എടുക്കാം. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം വേണ്ടി വരും. അപ്പോൾ ഒരു ഏകദേശം ഒരു 3 കപ്പ്, 2 മുതൽ 3 കപ്പ് നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. അപ്പോൾ ഇത് പച്ച ചുവയൊന്ന് മാറണം, മസാല ഒന്ന് മൂക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ വറുത്തത് അതിനകത്തേക്ക് ഇടുന്നു, വീണ്ടും വഴറ്റുന്നു. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു, പച്ചച്ചുവയൊക്കെ മാറി എണ്ണ തെളിയുന്ന ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഫുൾ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം ആയാലും കുഴപ്പമില്ല. ഇത് ചിക്കൻ ഫുള്ളായിട്ട് വെന്തിട്ടില്ല, ഓൾമോസ്റ്റ് ഒരു പകുതി മുക്കാൽ ഭാഗമേ വെന്തിട്ടുള്ളൂ, ഉള്ളിലേക്കൊന്നും വെന്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് സൈഡ് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ചിട്ട് വറുത്തതല്ലേ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കും. ഇനി എല്ലാം കൂടി കിടന്നിട്ടൊന്ന് വേഗം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം. ഞാൻ 2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ഒഴിച്ചത്, ബോയിലിംഗ് വാട്ടർ. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കും. ടോട്ടൽ 3 കപ്പ് തിളച്ച വെള്ളം. ഇനി നന്നായിട്ടൊന്ന് വേകട്ടെ, ചിക്കൻ്റെ പീസസൊക്കെ ഉള്ളൊക്കെ നന്നായിട്ട് വേകണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്.
നമ്മുടെ ഫ്യൂഷൻ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട്, അപ്പോഴാണ് അത് കംപ്ലീറ്റ് ഫ്യൂഷൻ ആകുന്നത്. എന്തായാലും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. തള വന്നു കഴിഞ്ഞാൽ തീ അല്പം ഒന്ന് കുറച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. ഏതാണ്ട് ഒരു 3/4 വേക്കായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസും കൂടി ഇതിനകത്തേക്ക് ചേർക്കും. എന്തായാലും ഇതൊന്ന് റെഡിയായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പം ഞാനൊരു ചെറിയ തീയിലിട്ടിരിക്കുമായിരുന്നു, മീഡിയം ലോ ഫ്ലെയിം, തീരെ ചെറുതല്ല. നോക്കി, അപ്പോൾ വെള്ളം ഞാൻ വീണ്ടും ഒരല്പം കൂടി ഒഴിച്ചു. അപ്പോൾ ടോട്ടലായിട്ട് ഒരു 3 കപ്പ് വെള്ളം വേണ്ടി വരും. ഇതെന്താ പറയുക, ഡസ്റ്റ് ചെയ്ത് നമ്മൾ മാവിൽ ഡസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ തിക്നെസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് മഷ്റൂംസ്, നമ്മൾ വറുത്ത് വെച്ച മഷ്റൂംസ് ഇടുന്നു. അപ്പോൾ ഏകദേശം എടുക്കാറായ സമയമാണ്. ഞാൻ തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കുന്നു. മഷ്റൂംസും കൂടി ചേർക്കാം. മഷ്റൂംസും കൂടി ഈ ഗ്രേവിയിലൊന്ന് കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് വേഗ്. വെന്തതാണ് ഓൾമോസ്റ്റ്, എന്നാലും ഒരു അല്പം വേഗ് ബാക്കിയുണ്ട്. അതും കൂടി ചെയ്യും. ഫ്രൈഡ് ആണല്ലോ, ഫ്രൈഡ് മഷ്റൂംസ്. അപ്പോൾ അതിനകത്തും കോട്ടിങ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇങ്ങനെ വരും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഇനിയും വെള്ളം ഒഴിക്കാൻ വേണമെങ്കിൽ 3 എന്നുള്ളത് 4 കപ്പ് വെള്ളം വരെ ആകും. അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് അവർ ഫ്യൂഷൻ ചിക്കൻ. ഇനി സോസുകൾ ചേർക്കാൻ പോകണു. ഇതേ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഊസ്റ്റർഷയർ സോസ്, W സോസ് എന്നും പറയും. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ ഊസ്റ്റർഷയർ സോസ് ചേർക്കുന്നു. അതുപോലെ ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒരു മിക്സിങ് കാണുന്നുണ്ടല്ലോ, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി, നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഫ്യൂഷൻ ചിക്കൻ ഈസ് ഗെറ്റിംഗ് റെഡി. അതിനകത്ത് മഷ്റൂം എല്ലാം വന്നിട്ടുണ്ട്. ഈ ഫൈനൽ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പീസസൊക്കെ കറക്റ്റ് വെന്ത് കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രേവി, തിക്ക് ഗ്രേവി. 4 കപ്പ് വെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടി ഒന്ന് ഗ്രേവി കൂടുതലായിട്ട് കിട്ടും. ഇനിയിപ്പോൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ. ഇനി ലാസ്റ്റാണ് നമ്മൾ ഈ ടൊമാറ്റോയുടെ പീസസും അതുപോലെ പൊട്ടറ്റോ പീസസ് റോസ്റ്റ് ചെയ്ത്, അത് വെറുതെ അതിനി ചേർത്തിട്ട് ഇനി അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെന്ത പൊട്ടറ്റോ ആണ്, ടൊമാറ്റോയും വാടി റോസ്റ്റഡ് ആയതാണ്. ഇത്രയും മതി. ഇനി തീ ഓഫ് ചെയ്യാം. കഴിഞ്ഞു. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഫ്യൂഷൻ ചിക്കൻ കറി ഈസ് റെഡി. നോക്കിയേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ 1 കപ്പ് തിളച്ച വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇച്ചിരി സമയമെടുത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചേർക്കണം എന്നേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നു, പൊട്ടറ്റോ എടുക്കുന്നു, മഷ്റൂംസ് ഉണ്ട്. ഇതൊരു ഫ്യൂഷൻ ഇൻ ദ സെൻസ് നമ്മുടെ ഇന്ത്യൻ മസാലാസും ഉണ്ട്, സോസുകളുണ്ട്, പിന്നെ മഷ്റൂം പോലെയുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ഡിഷ് നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. വളരെ സന്തോഷമാകും എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ക്രിസ്മസിന് മുന്നോടിയായിട്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ക്രിസ്മസ് ലഞ്ചിന് വേണ്ടിയുള്ള വിഭവം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു മെയിനായിട്ടുള്ളൊരു സൈഡ് ഡിഷ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുക. എന്തായാലും മാജിക് അവൻ നിങ്ങളോടൊപ്പം ഈ ക്രിസ്മസ് ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും മെറി ക്രിസ്മസ്.